ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ എൻഗേജിംഗ് ആയ ഒരു ഏലിയൻ മൂവിയാണ്. സ്പേസിൽ നിന്ന് തിരികെ ഭൂമിയിലേക്ക് വരുമ്പോൾ അപകടം പറ്റുന്ന അന്ന എന്ന ആസ്ട്രോനോട്ടിനെ അന്വേഷിച്ച് മറ്റൊരു ഗ്രഹത്തിൽ നിന്നും അന്യഗ്രഹ ജീവികൾ വരികയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോയാലോ. സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയായിരുന്ന പേടകം പെട്ടെന്ന് കൊളാപ്സായി കടലിലേക്ക് വീഴുകയാണ്. അങ്ങനെ ആ പേടകത്തിലുള്ളവരെ രക്ഷിക്കാനായി അമേരിക്കൻ ആർമി കടലിലേക്ക് ചെല്ലും. ഒരുപാട് ദൂരം സെർച്ച് ചെയ്ത് അവസാനം അവർ ആ പേടകം കണ്ടെത്തും. പേടകത്തിനുള്ളിലുള്ളവരെല്ലാവരും മരിച്ചുപോയെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ പേടകത്തിലെ അന്ന എന്നു പേരുള്ള ആസ്ട്രോനോട്ടിന് മാത്രം ജീവനുണ്ടായിരുന്നു. അന്നയെ അവർ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അന്നയ്ക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബോധം വരുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്ന ഒരു പേന എയറിൽ ഫ്ലോട്ട് ചെയ്യുന്നതായി അവൾക്ക് തോന്നും. എന്നാൽ തനിക്ക് തോന്നുന്നതാണെന്നാണ് അവൾ കരുതുന്നത്. ഇതേ സമയം ഡോക്ടേഴ്സ് അങ്ങോട്ടേക്ക് വരും. അവർ പറയും, നമ്മൾ ഈ സൂട്ട് ഇട്ടിരിക്കുന്നതെന്നും താൻ പേടിക്കേണ്ട, ജസ്റ്റ് പ്രോട്ടോക്കോളായി മാത്രം കണ്ടാൽ മതിയെന്ന് പറയും. പിന്നെ ഇത്രയും കാലം സ്പേസിലായിരുന്നത് കൊണ്ട് തന്നെ ചില ഹാലൂസിനേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 3 മാസം നിങ്ങൾ ഞങ്ങളുടെ സർവൈലൻസിലായിരിക്കുമെന്ന് അവളോട് പറയും. അങ്ങനെ ഹെൽത്ത് ഒന്ന് ബെറ്റർ ആകുമ്പോൾ അടുത്ത ദിവസം അവളുടെ ഫാമിലിയെ കാണാനായി ഡോക്ടേഴ്സ് അനുവദിക്കുകയാണ്. അവളുടെ മോളും ഹസ്ബൻഡും അവളെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരും. മോളെ കാണുമ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമാകും. അമ്മയ്ക്കൊന്നുമില്ല മകളെ, അമ്മ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് അവൾ മോളോട് പറയും. അപ്പോഴേക്കും അവളെ കാണാനായി അച്ഛനും അങ്ങോട്ടേക്ക് വരും. അവളുടെ അച്ഛൻ നാസയിലെ ഒരു വലിയ ഓഫീസറാണ്. അച്ഛൻ അവളോട് പറയും, മോളെ, നിന്നെ ഓർത്ത് ഞങ്ങൾ ഒരുപാടധികം പ്രൗഡാണ്. ഇത്ര ചെറിയ ഏജിലെ ബഹിരാകാശത്ത് പോയി ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര മുകളിലാണ് നീ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതേ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് പറയും, നിങ്ങൾക്ക് ഇനിയും ചെക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായി പോകണമെന്ന്. അവൾ തൻ്റെ മകളോട് പറയും, മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 3 മാസം കഴിയുമ്പോൾ അമ്മ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങൾക്ക് അമ്മയുള്ള സ്ഥലത്ത് വന്ന് കാണാമല്ലോ എന്ന്. അങ്ങനെ 3 മാസത്തെ ഒബ്സർവേഷനായി അവളെ അമേരിക്കൻ ആർമി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കുറേ നാൾ അവൾ സ്പേസിലായിരുന്നത് കൊണ്ട് തന്നെ റിക്കവറിക്ക് അവൾക്ക് സമാധാനമായ ഒരു സ്ഥലം വേണമായിരുന്നു. അതുകൊണ്ട് അവർ കാടിനുള്ളിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് അവളെ മാറ്റിയത്. അവിടെ എത്തുമ്പോൾ തന്നെ അവളെ സ്വീകരിക്കാനായി ഒരു പേഴ്സണൽ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ അവളോട് പറയും, പേടിക്കേണ്ട, ചിലപ്പോൾ നടക്കുമ്പോൾ വീഴാനുള്ള സെൻസേഷൻ ഉണ്ടാകും, ഞാൻ നിന്നെ പിടിച്ചോളാമെന്ന്. എന്നാൽ അവൾ അവിടെ എത്തുമ്പോൾ തന്നെ അവളെ ദൂരെ നിന്ന് ആരോ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവൾക്കും ഫീൽ ചെയ്യും. ഡോക്ടർ അവളോട് പറയും, അന്ന ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന്. എന്നിട്ട് അന്നയെ പുറത്തേക്ക് കൊണ്ടുപോയി അവൾക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെലസ്കോപ്പ് കാണിച്ചു കൊടുക്കും. എന്നാൽ ആ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് നല്ല തലവേദനയും എന്തൊക്കെയോ അവളുടെ മൈൻഡിൽ മിന്നിമറയാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോഴേക്കും ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്ന് സമാധാനിപ്പിക്കും. എന്നാൽ ഇതെല്ലാം തന്നെ ദൂരെ നിന്ന് ആരോ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർ അന്നയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മെഡിസിൻ കൊടുത്ത ശേഷം പറയും, ഇതൊക്കെ സ്പേസിൽ നിന്ന് വരുന്നവർക്ക് സാധാരണമാണ്. ചിലപ്പോൾ ഹാലൂസിനേഷൻ തോന്നാം, ചിലപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം, ചിലപ്പോൾ ശരീരത്തിന് നല്ല വേദന തോന്നാം. ഇതെല്ലാം 3 മാസം കൊണ്ട് റിക്കവർ ആവുമെന്ന് പറയും. ഡോക്ടർ പോയ ശേഷവും അവൾക്ക് നല്ല വേദന തോന്നും, നല്ല പനിയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവളുടെ കയ്യിലെ മുറിവ് കൂടുതൽ വലുതായി വരുന്നു എന്ന്. അതിനുശേഷം രാത്രി റൂമിലേക്ക് വന്ന് തൻ്റെ ഡ്രസ്സുകളെല്ലാം അവൾ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് അവളുടെ പഴയ ഒരു ഫോട്ടോസ് കാണുന്നത്. അങ്ങനെ ഫോട്ടോ നോക്കി നിൽക്കുന്നതിനിടയിലാണ് അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ സ്പേസിൽ നിന്ന് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് അവളും കരുതും. അപ്പോഴേക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജു വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ അഞ്ജുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൾക്ക് ആരോ ഒരാൾ പുറത്തു നിന്ന് തന്നെ വാച്ച് ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങ് ദൂരെ കാടിനുള്ളിൽ എന്തോ ഒരു ലൈറ്റ്സും അവൾ കാണും. അവൾ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ വീടിനുള്ളിലേക്ക് വരും. വീഡിയോ കോളിലുള്ള അഞ്ജു അവളോട് പറയും, നിനക്കറിയാമല്ലോ, ബോഡിക്ക് നല്ല പെയിനും മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത സ്പേസ് മിഷനിൽ അവർ നിന്നെ ഉൾപ്പെടുത്തില്ല. അതുകൊണ്ട് ഇതൊന്നും അവരോട് പറയേണ്ട, തൽക്കാലം അതൊക്കെ തനിയെ മാറിക്കൊള്ളുമെന്ന് പറയും. അങ്ങനെ കോളിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനത്തിൽ റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ് അവൾ കിടക്കുമ്പോഴാണ് അകത്തെന്തോ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് അവൾ പേടിച്ചു പോകും. അവൾ പതിയെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് വീടിൻ്റെ ഫ്ലോറിൽ എന്തോ ഒരു ജീവിയുടെ കാൽപ്പാട്, മനുഷ്യനല്ല എന്ന് അവൾക്ക് മനസ്സിലാകും. അവൾ പതിയെ അത് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവളുടെ വീടിൻ്റെ ഡോർ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് കാണുന്നത്. അവൾ അത് കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്തതായിരുന്നു. അവൾ പതിയെ വീടിന് പുറത്തേക്ക് വന്ന് ആ കാടിനുള്ളിലേക്ക് നോക്കും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോഴാണ് അവിടെ എന്തോ ഒരു സാധനം അൺയൂഷ്വലായി കാണുന്നത്. എന്നാൽ പിന്നെ അതെന്താണെന്ന് അറിയണമല്ലോ എന്നും കരുതി അവൾ ലൈറ്റും എടുത്ത് ആ കാടിനുള്ളിലേക്ക് പോകും. അവിടെയെല്ലാം ലൈറ്റ് അടിച്ച് നോക്കുമെങ്കിലും അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ സംശയം തീർക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് കാടിനുള്ളിലേക്ക് എറിയും. എറിഞ്ഞ ഉടനെ തന്നെ അവൾക്ക് രാവിലെ തോന്നിയതുപോലെ ചെവിക്കുള്ളിൽ കുറേ ശബ്ദങ്ങളും എന്തൊക്കെയോ അവളുടെ കണ്ണിലൂടെ പോകുന്നത് പോലെയും തോന്നും. അവൾ അവിടെ ബോധം കെട്ട് വീഴും. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവൾ ഉറക്കമുണരുമ്പോൾ ഉണ്ടായിരുന്നത് ആ വീടിനുള്ളിലെ ബെഡിലായിരുന്നു. അവൾക്ക് എങ്ങനെയാണ് അവൾ ഇവിടെ എത്തിയതെന്നൊന്നും ഓർമ്മയില്ല. എന്നിട്ട് അവൾ അവളുടെ കൈ നോക്കുമ്പോൾ
കയ്യിലെ ആ കറുപ്പ് നിറം നല്ല വേദനയായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതിയ അവൾ ഫ്രഷപ്പായി കുക്ക് ചെയ്യാനായി ഒരുങ്ങുകയാണ്. അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്, പെട്ടെന്ന് അവളുടെ ഫ്രണ്ടിലിരിക്കുന്ന മുട്ടയുടെ ട്രേയിൽ നിന്ന് ഒരു മുട്ട പൊങ്ങി വരും. അവൾക്കത് എന്ത് മറിമായമാണെന്ന് മനസ്സിലാകില്ല. അപ്പോഴേക്കും ഡോക്ടേഴ്സ് അങ്ങോട്ടേക്ക് വരും. അവരിത് കാണില്ല. അവൾ അപ്പോഴും കരുതും ഇതെല്ലാം തൻ്റെ തോന്നലായിരുന്നു എന്ന്. ഡോക്ടേഴ്സ് അപ്പോഴേക്കും അവളുടെ ഹെൽത്ത് കണ്ടീഷനാക്കാനായി എക്സസൈസ് ചെയ്യാൻ കൊണ്ടുപോകും. എന്നാൽ എക്സസൈസ് ചെയ്യുമ്പോഴൊന്നും അവൾക്ക് യാതൊരു പെയിനും തോന്നിയില്ല. അങ്ങനെ എക്സസൈസ് ചെയ്ത് ക്ഷീണിച്ച് കിടക്കുമ്പോഴേക്കും ഡോക്ടർ ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും, ഈ മരുന്ന് നീ കുടിച്ചാൽ പെട്ടെന്ന് റിക്കവറി ഉണ്ടാകുമെന്ന്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകും. ഡോക്ടർ പോയ ഉടനെ തന്നെ അവൾ തൻ്റെ ടാബ് എടുത്ത് ഫാമിലിയെ വിളിക്കും. ഫോൺ എടുത്ത് അവളുടെ ഹസ്ബൻഡ് പറയും, നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്നാണ് കരുതിയത്. നീ വീണ്ടും അടുത്ത സ്പേസ് മിഷന് തയ്യാറാവുകയാണോ എന്ന്. അവന് അവളെ അടുത്ത സ്പേസ് മിഷന് വിടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവരുടെ കുഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന് അമ്മയോട് സംസാരിക്കും. കോൾ കട്ട് ചെയ്ത ശേഷം താൻ ഇന്നലെ രാത്രി എന്താണ് കണ്ടതെന്ന് അറിയാനായി അവൾ ആ വുഡ്സിനുള്ളിലേക്ക് പോകും. അപ്പോഴേക്കും വീണ്ടും അവൾക്ക് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുകയും അവളുടെ കണ്ണിന് മുന്നിലൂടെ എന്തൊക്കെയോ ഏലിയൻസും സ്പേസ് ഷട്ടിലും പോകുന്നത് പോലെയൊക്കെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്, തറയിൽ എന്തോ ഒരു കേബിൾ കിടക്കുന്നത്. അവൾ ആ കേബിളിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഉണ്ടായിരുന്നത് പാറയല്ല എന്നും അതൊരു ക്യാമറയായിരുന്നു എന്ന്. അങ്ങനെ അവൾ അവിടെ എല്ലാം സെർച്ച് ചെയ്യും. അവിടെയെല്ലാം കുറേയധികം ക്യാമറകൾ ആരോ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് തോന്നുകയും അവളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നും. അവൾ അവിടെ നിന്ന് ഓടും. എന്നാൽ ഓടി കാല് തെന്നി അവൾ തലയിടിച്ച് വീഴും. എന്നാൽ അടുത്ത ദിവസം അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ അവളുടെ ബെഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. ഒരു ഡോക്ടർ അപ്പോഴേക്കും വന്ന് പറയും, മേഡം പേടിക്കണ്ട, ഞാൻ അതിന് മരുന്ന് തരാമെന്ന്. അങ്ങനെ അവൾ സാവധാനം എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് അച്ഛൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അച്ഛനോട് പുറത്ത് ഇന്നലെ ക്യാമറ കണ്ട കാര്യം പറയും. ഈ വീടിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ അറിയാനുണ്ടെന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ അവളെ ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിലേക്ക് കൊണ്ടുപോകും. ആ വീട് ഒരിക്കലും പുറമേ നിന്ന് കാണുന്നത് പോലെയല്ലായിരുന്നു. 3 നിലകളായിരുന്നു. ഒരു നില ഭൂമിക്കടിയിലായിരുന്നു. അങ്ങനെ അവളുടെ അച്ഛൻ അവളെ ബിൽഡിങ്ങിന് താഴേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും, മോളെ, ഈ വീടിനെ ചുറ്റിപ്പറ്റി കുറേ അധികം CCTV ക്യാമറകളുണ്ട്. അതാണ് നീ ഇന്നലെ കണ്ടതെന്ന്. എല്ലാം നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോകും. അപ്പോഴും അവൾക്ക് മനസ്സിലാകില്ല തനിക്ക് എന്തിനാ ഇത്രയധികം സേഫ്റ്റി എന്ന്. അച്ഛൻ പോയ ശേഷം തൻ്റെ കയ്യിലെ ഇഞ്ചറി നോക്കുമ്പോൾ ആ കറുത്ത മാർക്ക് കൂടി വന്നു. അവൾ അത് ഫോട്ടോ എടുത്ത് തൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കും. ഫ്രണ്ട് പറയും, നീ അത് ഐസ് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, തൽക്കാലം ഇത് ഡോക്ടർമാരോടൊന്നും പറയണ്ട, പറഞ്ഞാൽ പിന്നെ അടുത്ത സ്പേസ് മിഷന് നിന്നെ അവർ ഉൾപ്പെടുത്തില്ല. അങ്ങനെ അന്ന് രാത്രി പൂളിൽ കോൾഡ് വാട്ടറൊക്കെ സെറ്റ് ചെയ്ത് അവൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അകത്തെന്തോ ശബ്ദം കേൾക്കുന്നത്. അവൾ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കും. എന്നാൽ പുറത്തൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയ ശേഷം അവൾ സാവധാനം വീടിനുള്ളിലേക്ക് വരുമ്പോൾ ശബ്ദം കേൾക്കുന്നത് പുറത്തല്ല, വീടിനുള്ളിൽ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലാകും. എന്നാൽ അവൾക്കാകട്ടെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകാൻ നല്ല പേടിയാകും. അപ്പോഴേക്കും വീട്ടിനുള്ളിൽ ആരോ ഒരാൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അലർട്ട് വരും. ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി അവൾ തൻ്റെ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുമെങ്കിലും ഫോണിലും സിഗ്നൽ കിട്ടില്ല. ടോർച്ചും എടുത്ത് അവൾ ഉടനെ തൻ്റെ റൂമിലേക്ക് പോയിരിക്കുമ്പോഴാണ് തൻ്റെ റൂമിലെ ഡോറ് പുറത്തു നിന്ന് ആരോ ഒരാൾ ഓപ്പണാക്കി നോക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അവൾ സാവധാനം പേടിച്ച് ആ ഡോറിൻ്റെ അടുത്ത് വന്ന് ഡോർ ഓപ്പണാക്കി നോക്കും. എന്നാൽ പുറത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ അവൾ ആ വീടിൻ്റെ കണ്ണാടിയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തൊന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് മാത്രം അവൾക്ക് മനസ്സിലാക്കി അവൾ ഉടനെ തന്നെ താഴത്തെ അണ്ടർഗ്രൗണ്ട് മുറിയിലേക്ക് വന്ന് CCTV ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് അൺയൂഷ്വലായി എന്തോ ഒരു പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്യും. അന്ന് രാത്രി മുഴുവൻ അവൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. അടുത്ത ദിവസം അച്ഛൻ വരുമ്പോൾ അവൾ അച്ഛനോട് ഈ കാര്യങ്ങൾ പറയും. എന്നാൽ അവൾ പറയുന്നത് അച്ഛൻ സീരിയസ് ആയി തന്നെ എടുക്കും. അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാം, മോൾ ഇനി പേടിക്കേണ്ട എന്ന് അച്ഛൻ അവൾക്ക് വാക്ക് കൊടുക്കും. അതിനുശേഷം ഡോക്ടേഴ്സ് വന്ന് അവളെ എന്നത്തെയും പോലെ എക്സസൈസിന് കൊണ്ടുപോകും. എക്സസൈസൊക്കെ അവൾ കൃത്യമായി തന്നെ ചെയ്യും. എന്നാൽ അന്ന് രാവിലെ തന്നെ അവളെ കാണാനായി ഹസ്ബൻഡും അവളുടെ കുഞ്ഞും അങ്ങോട്ടേക്ക് വരും. കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാവും. അകത്തേക്ക് വരുന്ന കുഞ്ഞിന് ഗ്രാൻഡ്ബയെ കാണുമ്പോൾ വീണ്ടും സന്തോഷമാകും. ഗ്രാൻഡ്ബ അവളെ എടുത്ത് ആ ടെലസ്കോപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഗ്രാൻഡ്ബ അവളോട് പറയും, നിൻ്റെ അമ്മയെ ഞാൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഗിഫ്റ്റ് കൊടുത്തത് ഒരു ടെലസ്കോപ്പാണ് എന്ന്. അപ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത് അന്ന അയാളുടെ സ്വന്തം മകളല്ല, അയാൾ അഡോപ്റ്റ് ചെയ്ത കുട്ടിയായിരുന്നു. എന്നാൽ അന്ന ഇതേ സമയം തൻ്റെ ഹസ്ബൻഡിനോട് പറയും, ഞാൻ പറയുന്ന കാര്യം നീ വളരെ സീരിയസ് ആയി കേൾക്കണം. എനിക്ക് ഈ വീട്ടിൽ എന്നെ ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ വരുന്ന ആ ഇഞ്ചറി വളർന്ന് ഇപ്പോൾ ദേഹത്തെല്ലായിടത്തും വരുന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോഴേക്കും അന്നയുടെ അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന്, മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്നും പറഞ്ഞ് അവളെ ആ അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ CCTV ചെക്ക് ചെയ്തിട്ട്, ഇവിടെ ആരും വന്നിട്ടില്ല മോളെ, എല്ലാം നിൻ്റെ തോന്നലാണ്. ഒരു പക്ഷേ സ്പേസിൽ പോയതിൻ്റെ റിയാക്ഷൻ ആയിരിക്കാം.
പിന്നെ ഇനി നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീട്ടിനുള്ളിൽ ആരൊക്കെ ഉണ്ട് എന്ന് നിനക്ക് കാണാൻ കഴിയുമെന്ന് പറയും. എന്നിട്ട് അവൾ അതൊക്കെ മറന്ന് കുറച്ചു നേരം തൻ്റെ ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യാമെന്നും കരുതി തൻ്റെ ഹസ്ബൻഡിനെയും മകളെയും കൂട്ടി ആ കാടിനുള്ളിലൂടെ നടക്കും. എന്നാൽ പെട്ടെന്ന് അവരെ കുറേയധികം ഫ്ലൈസ് അറ്റാക്ക് ചെയ്യാനായി വരും. അവർ ഓടി നേരെ വീട്ടിനുള്ളിൽ കയറും. കോടിക്കണക്കിന് വണ്ടുകളാണ് ആ വീട്ടിന് നേരെ വന്നത്. ആ വന്ന വണ്ടുകളെല്ലാം ആ വീട് വളയും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേ ആ വണ്ടുകളെല്ലാം ചത്തു വീഴാൻ തുടങ്ങും. ആ വീടിന് ചുറ്റും വണ്ടുകളുണ്ടായിരുന്നു. അത്രയധികം വണ്ടുകൾ ആ വീടിന് ചുറ്റും ചത്തുകിടന്നു. എന്നാൽ അപ്പോഴേക്കും സർവീസ് ടീം വന്ന് അവളോട് പറയും, മേഡം പേടിക്കേണ്ട, ഇത് കാടല്ലേ, ഒരുപക്ഷെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ വന്നതെന്ന്. അങ്ങനെ വിസിറ്റേഴ്സ് ടൈം കഴിയുമ്പോൾ അവളുടെ ഹസ്ബൻഡും കുഞ്ഞും അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അവർ കൂടി പോകുമ്പോഴേക്കും അവൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ വീണ്ടും അനുഭവപ്പെടും. അതിനുശേഷമാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവളുടെ കാലിലും ആ കറുത്ത പാട് വന്നിരിക്കുന്നു. അതിൽ നിന്ന് ബ്ലഡ് ബ്ലീഡ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. ശരീരത്തെല്ലാം ആ കറുത്ത പാട് വന്നതോടുകൂടി അവൾ ശരീരമെല്ലാം ക്ലീനാക്കി പുതിയൊരു ഡ്രസ്സ് എടുത്തിടും. എന്നാൽ അന്ന് രാത്രിയും തന്നെ ആരോ വാച്ച് ചെയ്യുന്നതായി അവൾക്ക് ഫീൽ ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന മേശയൊക്കെ എടുത്ത് അവൾ ഡോറിന് അടവയ്ക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ശരീരത്താകെ പെയിൻ തോന്നും. ഉടുപ്പൂരി നോക്കുമ്പോഴാണ് കാണുന്നത് ആ കറുത്ത പാടും ഇഞ്ചറിയും മുതുകിലേക്കും പടർന്നിരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ആ വീട്ടിനുള്ളിൽ ആരോ കയറി എന്നുള്ള അലർട്ട് വരും. അവൾ ഉടനെ തന്നെ താഴത്തെ മുറിയിലേക്ക് ചെല്ലും. എന്നെ ആരോ അപകടപ്പെടുത്താൻ പോണു എന്ന് തോന്നിയ അവൾ തൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച ശേഷം പറയും, എന്നെ ആരോ അപകടപ്പെടുത്താൻ പോകുന്നുണ്ട്, എൻ്റെ മകളെ നീ നന്നായി നോക്കിക്കൊള്ളണേ എന്ന്. അപ്പോഴേക്കും ആ വീട്ടിലെ പവർ സപ്ലൈയും പോവും. അവൾ ഉടനെ തന്നെ താഴത്തെ അണ്ടർഗ്രൗണ്ട് മുറിയിലേക്ക് ഓടും. ഓടുന്ന വഴിക്ക് അവൾ വീഴുകയും ചെയ്യും. ഇപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവളുടെ ബേക്കിലുള്ള ഇഞ്ചറിയിൽ നിന്നും ഇപ്പോൾ ചോരയല്ല ഗ്ലൂ പോലെ എന്തോ ആണ് വരുന്നതെന്ന്. അവൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ ഉടനെ തന്നെ താഴത്തെ സിസ്റ്റത്തിലേക്ക് വന്ന് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവൾ ഇത്രയും കാലം ബുക്കുകളിലും സിനിമയിലും കണ്ടിരുന്ന ഏലിയൻസ് ആണ് അവിടേക്ക് വന്നതെന്ന് അവൾക്ക് മനസ്സിലാകും. അതൊരു ഏലിയൻസ് ഒന്നും അല്ലായിരുന്നു, കുറേ അധികം ഏലിയൻസ് അങ്ങോട്ടേക്ക് വന്നു. ആദ്യം പേടിച്ചു പോയ അന്ന ഏലിയൻസിൻ്റെ കയ്യിൽ പെടാതിരിക്കാനായി ഏലിയൻസ് വരാത്ത ഒരു റൂമിലേക്ക് പോയി ഒളിച്ചിരിക്കും. അങ്ങനെ അവൾ പേടിച്ചിരിക്കുമ്പോഴാണ് ഒരു ഏലിയൻ അവൾ ഇരിക്കുന്ന റൂമിനുള്ളിലേക്ക് വരുന്നത്. എന്നാൽ ഏലിയൻ്റെ കണ്ണിൽ പെടാതെ അവൾ എങ്ങനെയോ രക്ഷപ്പെടും. എന്നാൽ ഇതേ സമയം തന്നെ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ കറുത്ത മാർക്കൊക്കെ മാറി ആ ഏലിയൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് പോലെ തിളങ്ങുന്ന എന്തോ വസ്തു ആവാൻ തുടങ്ങും. എന്നാൽ ഏലിയൻസ് അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ട അവൾ അവിടെ നിന്ന് ഓടി മറ്റൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കും. അപ്പോഴേക്കും അന്നയുടെ ഹസ്ബൻഡും കുഞ്ഞും അങ്ങോട്ടേക്ക് വരും. പക്ഷേ അവളെ അവിടെയെല്ലാം നോക്കുമെങ്കിലും അവർ കാണില്ല. എന്നാൽ അന്ന കാടിനുള്ളിലേക്ക് ഓടിക്കയറുന്നത് കണ്ട അന്നയുടെ മോൾ അവളുടെ അച്ഛനോട് അമ്മ അങ്ങോട്ടേക്ക് പോയെന്ന് പറയും. എന്നാൽ അന്ന ഓടി ചെല്ലുന്നത് ആ ഏലിയൻ്റെ സ്പേസ് ഷിപ്പ് ഉള്ള സ്ഥലത്തേക്കായിരുന്നു. അന്നയുടെ പിന്നാലെ തന്നെ അവളുടെ കുഞ്ഞും ഹസ്ബൻഡും ചെല്ലും. എന്നാൽ അപ്പോഴേക്കും ഏലിയൻസ് ഭൂമിയിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അന്നയുടെ അച്ഛൻ അമേരിക്കൻ ആർമി ഓഫീസേഴ്സിനെയും കൂട്ടി ഏലിയൻസിനെ പിടിക്കാനായി വരും. എന്നാൽ ഏലിയൻസിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്ന അന്നയുടെ ശരീരവും ഏലിയൻസിനെ പോലെ തിളങ്ങാൻ തുടങ്ങും. എന്നാൽ അവസാനം അവൾ ഒരു ഏലിയൻ്റെ മുന്നിൽ തന്നെ ചെന്നുപെടും. എന്നാൽ ആ ഏലിയൻ അവളെ ഒന്നും ചെയ്യില്ല. ഏലിയൻ അവളോട് ചോദിക്കും, ഞങ്ങൾ പറയുന്ന ഭാഷ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. പക്ഷേ ആ ഏലിയൻ്റെ ഭാഷ അന്നയ്ക്ക് മനസ്സിലാകുമായിരുന്നു. ആ ഏലിയൻ അന്നയോട് പറയും, നീ എൻ്റെ മകളാണ്, ഞങ്ങളുടെ ഫാമിലിയാണ്, ഞങ്ങളോടൊപ്പം വരണമെന്ന്. നിനക്കൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിച്ച് ഏലിയൻ തൻ്റെ തല അന്നയുടെ തലയിലേക്ക് ടച്ച് ചെയ്യുമ്പോഴേക്കും അവൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ ഏലിയൻസ് പേടകത്തിൽ ഭൂമിയിലേക്ക് വന്നിരുന്നു. എന്നാൽ അപ്പോഴേക്കും നാസയും നാസയിലെ ആർമിക്കാരും കൂടി ഏലിയൻസിനെ വളയും. എന്നാൽ ആ ഏലിയൻസിൻ്റെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞു മിസ്സായി പോകും. പക്ഷേ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഏലിയൻസ് മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നത്. പക്ഷേ ആ കുഞ്ഞിനെ കിട്ടുന്നതാകട്ടെ നാസയിലെ ഹൈ ഓഫീസറായ അന്നയുടെ അച്ഛനായിരുന്നു. അത് അന്ന ഒരു ഏലിയനായിരുന്നു. അന്നയുടെ അച്ഛൻ ആരും അറിയാതെ അവളെ ഇത്രയും കാലം വളർത്തുകയായിരുന്നു. അന്നയ്ക്കിനി തിരിച്ച് അവളുടെ ഫാമിലിയോടൊപ്പം പോയേ പറ്റുള്ളൂ. എന്നാൽ അപ്പോഴേക്കും അന്നയുടെ ഹസ്ബൻഡും കുഞ്ഞും അങ്ങോട്ടേക്ക് വരും. എന്നാൽ അവർക്ക് മനസ്സിലാകും അന്ന ഒരു ഏലിയനാണ് എന്ന്. എന്നാൽ അങ്ങോട്ടേക്ക് വരുന്ന അന്നയുടെ അച്ഛൻ, നീ പോകണ്ട, നീ ഇവിടെ നിൽക്കേണ്ടവളാണെന്ന് പറയും. എന്നാൽ അന്നയുടെ മോൾക്കും ഭർത്താവിനും മനസ്സിലാകും അന്ന ജീവിക്കേണ്ടത് ഏലിയൻസിനോടൊപ്പമാണ്. കാരണം ഇനി അവൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവളെ നാസ പരീക്ഷണത്തിന് കൊണ്ടുപോകുമെന്ന് അറിയാമായിരുന്നു. അന്നയെ തടയാൻ ശ്രമിച്ച അവളുടെ അച്ഛനെ അവളുടെ ഹസ്ബൻഡ് തടയും. എന്നാൽ അപ്പോഴേക്കും അന്നയുടെ രൂപം ആകപ്പാടെ മാറി അവളൊരു ഏലിയനായി മാറി. ഒടുവിൽ അന്നയുടെ കുഞ്ഞ് അവളുടെ അമ്മയോട് പറയും, പട്ടാളക്കാർ വരുന്നതിന് മുൻപ് അമ്മ പൊക്കുള്ളൂ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞ് അന്നയെ അവരോടൊപ്പം പറഞ്ഞുവിടും. അന്നയ്ക്കും വലിയ വിഷമമുണ്ടായിരുന്നു. ഏലിയനായി മാറിയ അന്ന തൻ്റെ മകളോട് പറയും, ഞാൻ നിന്നെ കാണാൻ ഉറപ്പായും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അന്ന അവരോടൊപ്പം പോവുകയാണ്. ആ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം.